ണമെന്ന 1000 ഓർമ്മപ്പെടുത്തലുകളുമായി യാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിത ചരിത്രം പറയുമ്പോൾ അതിൻ്റെ 3-ാം ഭാഗം ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാം കേൾക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു തആല നന്മകളായി രേഖപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഷാമിൽ നിന്നും വന്ന കച്ചവട സംഘം, അതിൽ ഒരാൾ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, മഹാനായ മക്കയുടെ നേതാവേ, അങ്ങയുടെ മകൻ അബ്ദുള്ളയ്ക്ക് സുഖമില്ല, യസ്രിബിൽ വിശ്രമിക്കുകയാണ് അബ്ദുള്ള. അവനെ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരാത്തതെന്താണ്? വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് രോഷത്തോടെ ചോദിച്ചു. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, രോഗം വളരെ കൂടുതലാണ്, യാത്ര ചെയ്യാൻ പറ്റില്ല. എന്റെ റബ്ബേ, വേദനിക്കുന്ന ഹൃദയത്തിന്റെ രോദനം. ബനു നജ്ജാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത്, രോഗം ആശങ്കാജനകം. ബനു നജ്ജാർ കുടുംബം. വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് നിമിഷ നേരത്തേക്ക് കുട്ടിക്കാലം ഓർത്തുപോയി. ബനു നജ്ജാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിക്കാലം. അന്ന് തന്റെ പേര് ഷൈബ എന്നായിരുന്നു. ഷൈബ എന്ന കുട്ടി ഒരു വികൃതി കുട്ടൻ. മാതാവ് സെൽമ തന്നെ പ്രസവിച്ചതവിടെയാണ്, വളർന്നതവിടെയാണ്. പിന്നെ മക്കത്ത് വന്നു, ഇവിടെ അബ്ദുൽ മുത്തലിബായി. ആ വീട്ടിൽ ബനു നജ്ജാർ കുടുംബത്തിൽ തന്റെ പ്രിയപുത്രൻ രോഗിയായി വിശ്രമിക്കുന്നു. കൽബ് നീറിപ്പുകയുകയാണ്. പറയൂ, എന്താണ് എന്റെ മകന് പറ്റിയത്? അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഷാമിൽ വെച്ച് വളരെ സന്തോഷവാനായിരുന്നു. മടക്ക യാത്രയിലാണ് രോഗം തുടങ്ങിയത്. യസ്രിബ് വരെ ഒരു വിധത്തിലെത്തി. അവിടെ വിശ്രമിച്ച് ക്ഷീണം തീർന്നിട്ട് പോരാമെന്ന് കരുതി. മരുന്നുകൾ നൽകി, നല്ല പരിചരണം കിട്ടി. രോഗം കുറഞ്ഞില്ല. കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ ഇന്ന് പോന്നു. എന്റെ പൊന്നുമോനെ, ഈ ബാപ്പയ്ക്ക് നിന്നെ കാണണം. വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി. ആർക്കും അത് കണ്ട് സഹിക്കാനാവുന്നില്ല. മോനെ ഹാരിസ്, ബാപ്പ മൂത്ത മകനെ വിളിച്ചു. ഹാരിസ് ഓടിയെത്തി. നീ തന്നെ പോകണം, യസ്രിബിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം. രോഗം കുറവില്ലെങ്കിൽ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരണം. പോകാം വാപ്പ, വൈകരുത്, ഉടനെ പുറപ്പെടണം. കൂട്ടിന് ആളെ കൂട്ടിക്കോളൂ. ആമിന ബീവി ആ വാർത്ത കേട്ട് തരിച്ചിരിക്കുകയാണ്. എന്താണ് കേട്ടത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ, രോഗമാണെന്നോ, യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശ നിലയിലാണെന്നോ? അവശനായ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും കഴിയാതെ പോയല്ലോ. കൽബി പൊട്ടിപ്പൊളിയുകയാണോ? എന്തൊരു വേദന! ഈ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ. കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്കു കാണാൻ, യാത്രാ വിവരണം കേൾക്കാൻ, ഷാമിൽ നിന്ന് തനിക്കു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ, പിന്നെ തന്റെ വിശേഷങ്ങൾ പറയാൻ. താൻ സ്വപ്നം കാണുന്നു, സുന്ദര സ്വപ്നങ്ങൾ, ആനന്ദം പകരുന്ന അനുഭവങ്ങൾ. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു. സാധാരണ കുഞ്ഞല്ല എന്നാരോ പറയും പോലെ തോന്നുന്നു. മാലാകമാർ വരുന്നത് പോലെ ഒരു തോന്നൽ, വല്ലാത്തൊരു അനുഭൂതി. എല്ലാം പറയണമായിരുന്നു, പറയാനുള്ളത് പറയാൻ കഴിയില്ലേ? കേൾക്കാൻ കൊതിച്ചതൊന്നും കേൾക്കാനാവില്ലേ? ഹാരിസ് പുറപ്പെട്ടിരിക്കുകയാണ്. മടങ്ങി വരട്ടെ. അതിനെത്ര നാൾ കാത്തിരിക്കണം? പോയി വരാൻ ദിവസങ്ങൾ പിടിക്കും. അബ്ദുൽ മുത്തലിബ് ചിന്തയിൽ മുഴുകി. വെറുതെ പിതാവിനെ കുറിച്ചൊന്നോർത്തു. മക്കയുടെ പ്രിയങ്കരനായ നേതാവായിരുന്നു ഹാഷിം. ആളുകൾ പിതാവിനെ കുറിച്ച് ഇന്നും അഭിമാനപൂർവ്വം സംസാരിക്കുന്നു. തനിക്ക് പിതാവിനെ കണ്ട ഓർമ്മയില്ല, ഉമ്മ വിവരിച്ചു തന്ന ഓർമ്മയേയുള്ളൂ. ഇതുപോലെ ഒരു യാത്രയിൽ ബാപ്പയ്ക്ക് രോഗം വന്നു. മരുഭൂമിയിൽ മരണം തേടിയെത്തുന്നു. ഉമ്മ കാത്തിരുന്നു, കരഞ്ഞു കരഞ്ഞു കണ്ണീര് വറ്റി. പക്ഷെ ബാപ്പ വന്നില്ല. ഒടുവിൽ ആ വാർത്തയുമെത്തി, ബാപ്പ ഇനി ഒരിക്കലും വരില്ല. മരിച്ചവർ മടങ്ങി വരാറില്ലല്ലോ. ഉമ്മയെ പോലെ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി കാത്തിരിക്കുകയാണ്. കരഞ്ഞു കരഞ്ഞു കാത്തിരിക്കുന്നു. എന്റെ ഉമ്മയുടെ അനുഭവമാണോ ഈ കുട്ടിക്കും? എന്റെ റബ്ബേ, പൊന്നുമോനെ, നീ മടങ്ങി വരില്ലേ? ഈ പെൺകുട്ടിയുടെ കണ്ണീർ എങ്ങനെ അടങ്ങും? വൃദ്ധൻ ദുഃഖം കൊണ്ട് പുകയുകയാണ്. എന്തു വാർത്തയുമായിട്ടായിരിക്കും തന്റെ മകൻ മടങ്ങിയെത്തുക? നിരച്ച താടിയിൽ കണ്ണീരിന്റെ നനവുണങ്ങിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഹാരിസ് യസ്രിബിലെത്തി. ബനു നജ്ജാർ കുടുംബത്തിന്റെ താമസ സ്ഥലത്തെത്തി. അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ആരും ഒന്നും ഉരിയാടുന്നില്ല. എല്ലാ മുഖങ്ങളും മ്ലാനമായിരിക്കുന്നു. ഹാരിസ് വല്ലാതെ വിഷമിച്ചു. എവിടെ എന്റെ അനുജൻ? എവിടെ അബ്ദുള്ള? ഹാരിസിന്റെ വെപ്രാളം നിറഞ്ഞ ചോദ്യം. അതാ അവിടെ ആരോ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഒരു പുതിയ ഖബർ. ഹാരിസ് ഖബറിനരികിലേക്ക് നടന്നു. അടക്കാനാവാത്ത ദുഃഖം, കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി. എന്റെ പൊന്നുമോനെ, ഹാരിസ് നിയന്ത്രണം വിട്ട് നിലവിളിച്ചു പോയി കാണും. ബന്ധുക്കൾ ഓടിയെത്തി ഹാരിസിനെ അകത്തേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു.
കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, മരുന്നുകൾ നൽകി നന്നായി പരിചരിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. ബന്ധുക്കൾ സംഭവം വിവരിച്ചു. ഷൈബ ഇതെങ്ങനെ സഹിക്കും? അവർക്കിന്നും അബ്ദുൽ മുത്തലിബ് ഷൈബ തന്നെയാണ്. വൃദ്ധന്മാർ അബ്ദുള്ളയുടെ ഖബർ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, സൽമയുടെ പേരക്കുട്ടി ഹാരിസ് ശക്തി വീണ്ടെടുത്തു, പതറിപ്പോകരുത്, ഇനിയും ഒരു യാത്രയുണ്ട്. ക്ഷീണം ഒന്നടങ്ങിയാൽ മടക്കയാത്ര, മക്കയിലേക്കുള്ള മടക്കയാത്ര. ബാപ്പ കാത്തിരിക്കുകയാണ്, ആമിനയും കാത്തിരിക്കുകയാണ്, ഞാൻ വൈകുന്നില്ല. ഹാരിസ് ബന്ധുക്കളോട് യാത്ര ചോദിച്ചു. അവസാനമായി ഖബറിനരികിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ കൊച്ചനുജ, ഞാൻ പോവുകയാണ്. നമ്മുടെ വൃദ്ധ പിതാവ് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ട ആമിനയും, ഞാൻ അവരോട് എന്തു പറയും? ഹാരിസ് മക്കയിലേക്ക് മടങ്ങി. യസ്രിബുകാർ ആ പോക്കു നോക്കി നിന്നു. എങ്ങനെയാണ് ബാപ്പയെ നേരിടുക? ആമിന എന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇക്കാര്യം പറയുക? വീണ്ടും പതറിപ്പോകുന്നു. ഒട്ടകം മുമ്പോട്ട് നീങ്ങി. മരിക്കുമ്പോൾ അബ്ദുള്ളയ്ക്ക് കഷ്ടിച്ച് 20 വയസ്സേയുള്ളൂ. ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടി. താൻ ഗർഭിണിയാണെന്ന തോന്നൽ തന്നെയില്ല. സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല. ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ. ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നലല്ല, ശരിക്കും സംസാരിക്കുന്നു. നീ ഗർഭം ചുമന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു. അശരീരി പോലൊരു ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരിത്തരിച്ചുപോയി. അതിമഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു. നിന്റെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അസൂയാലുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ കാവൽ തേടിക്കൊണ്ടിരിക്കണം. നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം. അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ. ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു. ശക്തമായ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ തനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം 1-ാം വർഷത്തിലായിരുന്നു. ആനക്കലഹം, ആമുൽ ഫീൽ, ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത്? അതുകൂടി മനസ്സിലാക്കിയിട്ട് കഥ തുടരാം. ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം. അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ചും പറയണം. എല്ലാം കൂടി ചുരുക്കി പറയാം. യമൻ വളരെ മുമ്പ് തന്നെ ലോക പ്രസിദ്ധമായ നാടാണ്. അവിടെ പല രാജവംശങ്ങളും ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട്. കുറെ കാലം നജ്ജാഷി രാജാവിന്റെ കീഴിലായിരുന്നു. രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അയാളുടെ പേര് അറിയാത്ത് എന്നായിരുന്നു. അറിയാത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബ്രഹത്ത്. ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷേ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം. അറിയാത്ത് നല്ലവനായിരുന്നു. അബ്രഹത്ത് അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു. എല്ലാ അധികാരവും തനിക്കു വേണമെന്ന ദുരാഗ്രഹിയായിരുന്നു അബ്രഹത്ത്. യമൻ രാജ്യത്തെ സ്നേഹിച്ച അറിയാത്തിനെ അബ്രഹത്ത് കൊന്നുകളഞ്ഞു. അറിയാത്തിനെ വധിച്ച ശേഷം അബ്രഹത്ത് ഭരണം ഏറ്റെടുത്തു. അവൻ മക്കയിലെ കഅബയെ കുറിച്ചറിഞ്ഞ് ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു, കഅബാലയം സന്ദർശിക്കുന്നു. അബ്രഹത്തിന് അസൂയ വന്നു. അതുപോലൊരു ദേവാലയം പണിയണം. ജനങ്ങളോട് അവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം. ആരും മക്കയിൽ പോകാൻ പാടില്ല. മക്കയുടെ പ്രസിദ്ധി തന്റെ പട്ടണത്തിന് കിട്ടണം. അബ്രഹത്ത് കലാകാരന്മാരെ വരുത്തി. ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി. ശില്പികളെയും വരുത്തി. വലിയൊരു ദേവാലയത്തിന്റെ പണി തുടങ്ങി. ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു. ഈ വർഷം ഹജ്ജ് കാലത്ത് എല്ലാവരും ഇവിടെ വരണം. ആരും മക്കയിലേക്ക് പോകരുത്. നാട് മുഴുവൻ പ്രചാരണം നടത്തി. അബ്രഹത്ത് കാത്തിരിക്കുകയാണ്. അക്കൊല്ലത്തെ ഹജ്ജ് കാലം വന്നു. എല്ലാവരും മക്കയിലേക്കു തന്നെ പോയി. അബ്രഹത്ത് അപമാനിതനായി. അയാളുടെ കൽപ്പന ആരും വകവച്ചില്ല. ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ വെന്തുരുകി. തകർക്കണം, കഅബ തകർക്കണം, എന്നാലേ തന്റെ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ. വമ്പിച്ചൊരു സൈന്യത്തെ തയ്യാറാക്കി. മുമ്പിൽ ആനപ്പട. ധാരാളം ആനകൾ മക്കത്തേക്കു നീങ്ങി. വഴുനീളെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള യാത്ര. ധിക്കാരികളുടെ പട മക്കയുടെ അതിർത്തിയിലെത്തി. മക്ക നിവാസികൾ ഭയവിഹ്വലരായി. അബ്രഹത്തിന്റെ വലിയ സൈന്യത്തെ നേരിടാനുള്ള കഴിവ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നില്ല. മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇതിനെ അവൻ സംരക്ഷിക്കും, ഒരാൾക്കും ഇത് തകർക്കാനാവില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയം, ഇത് തകർക്കാനാവില്ല. ആനപ്പട നീങ്ങി. കഅബാലയത്തിനു നേരെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരുതരം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ ചുണ്ടിൽ ചെറിയ കല്ലുകളുണ്ട്. ആ കല്ലുകൾ താഴേക്കിട്ടു. ആനകളും പട്ടാളക്കാരും മുറിഞ്ഞു വീഴാൻ തുടങ്ങി. കല്ലുകൾ കൊണ്ടവരെല്ലാം രക്ഷപ്പെട്ടില്ല. അബ്രഹത്തിന്റെ സൈന്യം ചിതറിയോടി. അബ്രഹത്ത് ജീവനും കൊണ്ടോടുകയായിരുന്നു. ഈ സംഭവത്തെ ആനക്കലഹം എന്ന് വിളിക്കുന്നു. ഈ സംഭവം നടന്ന വർഷത്തെ ആമുൽ ഫീൽ എന്നും അറബികൾ വിളിക്കുന്നുണ്ട്. ആമുൽ ഫീൽ എന്ന പദത്തിന്റെ അർത്ഥം ഗജവർഷം എന്നാണ്. ആമുൽ ഫീൽ 1-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു.
റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാത സമയത്ത്, ക്രിസ്തുവർഷം 571 ഏപ്രിൽ 17. ഇപ്പോൾ എത്ര വർഷമായെന്നൊന്ന് കൂട്ടി നോക്കൂ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതൊരു സാധാരണ പ്രസവമായിരുന്നില്ല. ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി. ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടു പോയി. കുഞ്ഞിന്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നു, കണ്ണിൽ സുറുമ എഴുതിയിട്ടുണ്ട്, ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു, കൈ രണ്ടും നിലത്തു കുത്തിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചാണ് കിടപ്പ്. ഇതൊരു അത്ഭുത ശിശു തന്നെയാണ്. ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ചറിയാമായിരുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട്. കുട്ടി പിറക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്കറിയാമായിരുന്നു. എന്തൊരഴക്, എന്തൊരു പ്രകാശം! പ്രസവ വിവരം അറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി. കുഞ്ഞിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം. കുട്ടിയെ കോരിയെടുത്ത് കഅബാലയത്തിലേക്ക് ഓടി. അവിടെയുണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു, അവരും സന്തോഷത്തിൽ പങ്കുകൊണ്ടു. 7-ാം ദിവസം അഖീഖ അറുത്തു. അന്ന് വീടു നിറയെ ആളുകളായിരുന്നു. ബന്ധുക്കളൊക്കെ വന്നു, ഖുറൈശി നേതാക്കന്മാരെല്ലാം വന്നു. അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ. മുഹമ്മദ് എന്ന് പേരിട്ടു. അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ടായിരുന്നല്ലോ. അവരിൽ പ്രസിദ്ധരായവർ ആരൊക്കെയൊന്ന് നോക്കാം. 1 ഹാരിസ്, 2 അബൂ താലിബ്, 3 അബ്ബാസ്, 4 ഹംസ എന്നിവരാണ്. മറ്റൊരു മകനാണ് അബൂലഹബ്. സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീ അബൂലഹബിന്റെ സമീപം ഓടിയെത്തി. വർദ്ധിച്ച സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു, യജമാനൻ അറിഞ്ഞോ, പ്രസവിച്ചു. അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു. അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടിയാണ്. നേരാണോ നീ പറഞ്ഞത്? ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത്. എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനനോട് ഇക്കാര്യം പറയാൻ. അബൂലഹബ് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. സുവൈബത്തെ, ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. സുവൈബത്തിന്റെ സന്തോഷത്തിനതിരില്ല. ഈ കുഞ്ഞു കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്ന് മോചിതയായത്. കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നു. അബ്ദുള്ളയുടെ വിയോഗം മക്ക നിവാസികളുടെ ദുഃഖമായി. അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവരെ വളരെ വേദനിപ്പിച്ചു. ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സു നിറയെ ആഹ്ലാദമാണ്. ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലുകയാണ്. പലർക്കും അദ്ദേഹം സമ്മാനങ്ങൾ നൽകി. സദ്യ തന്നെ എത്ര കെങ്കേമമായിരുന്നുവെന്നറിയുമോ? അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദം. അബൂ താലിബിനാണ് കൂടുതൽ സന്തോഷം. സഹോദരപുത്രനെ അവർ ലാളിച്ചു, സ്നേഹിച്ചു, പരിചരിച്ചു. അന്ത്യപ്രവാചകൻ ഭൂജാതനായിരിക്കുകയാണ്. അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. തന്റെ പൊന്നോമനയെ മാതാവ് ഓമനിച്ചു വളർത്തു, മുല കൊടുത്തു. കുഞ്ഞു പാല് കുടിച്ചു. മുഖത്ത് സന്തോഷമാണ്. മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞു തരാം, കേട്ടോളൂ. കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും. ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും. കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരുന്നു. നല്ല ആരോഗ്യത്തോടെ, നല്ല സന്തോഷത്തോടെ. ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും. കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കും. മക്ക ഒരു പട്ടണമാണ്. അവിടെ പല നാട്ടുകാർ വന്നും പോയും കൊണ്ടിരിക്കും. സ്ഥിര താമസക്കാർ തന്നെ പലതരക്കാരാണ്. ഭാഷയും പലതരം. ശുദ്ധമായ അറബി സംസാരിച്ചു പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ പോകണം. ഇടയ്ക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിൽ വരും. കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ വേണ്ടി കൊണ്ടുപോകും. അതിന് പ്രതിഫലവും ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മുലയൂട്ടിയത് മാതാവ് തന്നെയായിരുന്നു. സുവൈബത്തുൽ അസ്ലിമിയാണ് പിന്നീട് കുട്ടിക്ക് മുല കൊടുത്തത്. കൂട്ടുകാർ അവരെ മറന്നില്ലല്ലോ. അബൂലഹബിന്റെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബൂലഹബിനെ അറിയിച്ചത് അവരായിരുന്നു. പേരോർത്തു വെച്ചോളൂ, സുവൈബത്തുൽ അസ്ലമിയ. നബി തങ്ങൾ ജനിച്ച വാർത്തയറിഞ്ഞ സന്തോഷാദ്യക്കത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കുകയാണുണ്ടായത്. ഇപ്പോൾ അവർ സ്വതന്ത്രയാണ്. അവർ അതിരറ്റ സന്തോഷത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊടുത്തു. അബ്ദുൽ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ്. പൊന്നുമോനെ അവരുടെ കൂടെ അയക്കണം. കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം. ശുദ്ധമായ അറബി സംസാരിച്ചു പഠിക്കണം. ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ്. ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് ബനൂ സഅദ് കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട്. ബനൂ സഅദ് കുടുംബാംഗമായ ഹലീമയും വേറെ കുറെ സ്ത്രീകളും മക്കയിൽ വന്നു. ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ്. അബൂ കബ്ഷ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര്. ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഹലീമ ബീവിക്കായിരുന്നു.
കുഞ്ഞിനെ കിട്ടിയത് അവരുടെ ഭാഗ്യം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിന് ലഭിച്ചത്. അവരുടെ ആടുകൾ തടിച്ചു കൊടുത്തു, ധാരാളം പാല് കിട്ടി, വീട്ടിൽ പട്ടിണിയില്ലാതായി, അവരുടെ ഈത്തപ്പനകളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു, വലിയ വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി. അബൂ കബ്ഷയുടെ മക്കൾക്ക് ആ കുഞ്ഞിനെ ജീവനാണ്. ലംറ എന്നാണ് ഒരു മകന്റെ പേര്. ലംറയും കുഞ്ഞും ആ കുടിലിൽ വളർന്നു വരികയാണ്. ദിവസങ്ങൾ മാസങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ വർഷങ്ങളായി കടന്നുപോയി. ലംറയും മറ്റു കുട്ടികളും ആടുമേക്കുവാൻ മലഞ്ചെരുവിൽ പോകും. കൂടെ മുഹമ്മദ് എന്ന കുട്ടിയും പോകും. ഒരു ദിവസം ആടിനെ മേക്കുവാൻ പോയതായിരുന്നു. വെള്ള വസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു. ലംറയ്ക്ക് വലിയ വെപ്രാളമായി. അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. വെള്ളവസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി. നെഞ്ചും വയറും കീറി അതിൽ നിന്ന് ഒരു കറുത്ത സാധനം എടുത്തു മാറ്റി. പിന്നീട് വെള്ളം കൊണ്ട് കഴുകി. ലംറ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടി ഉമ്മയോട് വിവരം പറഞ്ഞു. വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഓടി വന്നു. കുട്ടി സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ മന്ദഹസിക്കുന്നു. എന്താ മോനെ ഉണ്ടായത്? ആരാണ് വന്നത്? കുട്ടി നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹലീമ ബീവിക്ക് പേടിയായി. തന്റെ മോന് എന്തെങ്കിലും സംഭവിക്കുമോ? അന്നവർക്ക് ഉറക്കം വന്നില്ല. ഒരേ ചിന്തയാണ്. ആരായിരിക്കും മോന്റെ അടുത്ത് വന്നത്? ഇനിയും വരുമോ? കുട്ടിയെ ഉപദ്രവിക്കുമോ? ഇത് അസാധാരണ കുട്ടിയാണ്. പലതവണ ബോധ്യം വന്നു. കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടിട്ടുള്ളത്. കുട്ടിയെ മടക്കി കൊടുക്കാം, മാതാവിനെ ഏൽപ്പിക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്ക് സഹിക്കാനാവില്ല. പൊന്നുമോനെ എങ്ങനെ വേർപിരിയും? മോനെ കാണാതെ എങ്ങനെ ജീവിക്കും? വേർപിരിയാൻ എന്തൊരു വിഷമം. ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല. എന്തു വേണം? ഹലീമ ബീവിയും കുടുംബവും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വളരെ വിശദമായി തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.